ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വേഗം എത്തണമായിരുന്നു. ഇന്ന് മോൻ്റെ സ്കൂളിൽ റിലേ കോമ്പറ്റീഷൻ ആയിരുന്നു. വേറൊരു സ്പോർട്സ് സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ പേരൻസ് എത്തിയിട്ട് ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റാണ് സ്കൂളിലേക്ക് നടക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നടന്നിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു നോക്കട്ടോ. നമ്മളെങ്ങോട്ടാണ് പോകണം കുഞ്ഞാ? ചാട്ടൻ. പോണ വഴിയിൽ ഇത് ട്രാക്കിൽ ഇങ്ങനെ പണി നടക്കുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ ഒരു ട്രാക്ക് പോകുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വെയിലാണ് കേട്ടോ. ഈ വർക്കേഴ്സിനൊക്കെ സമ്മതിക്കണം. പിന്നെ ഞങ്ങൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോണ വഴിയിൽ ഇതാ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാംസൊക്കെ ഇനി ഉണ്ടാവും വരും ദിവസങ്ങളിൽ. നല്ല സൂപ്പറായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇവർ ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തി പാട് കല്ലുവിൻ്റെ സൈക്കിളിലാണ് രാവിലെ ഇഷാന് പോവാറ്. അതവൾ കയ്യേറി. ഇനി നമുക്ക് സ്പോർട്സ് സെൻറ്ററിലോട്ട് പോവാം. കല്ലുവിനെയും കൂടി നോക്കേണ്ട ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചർ തന്നെയാണ് ഇഷാനുവിൻ്റെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോയത്. ബാക്കിയുള്ള പേരൻസൊക്കെ ഓരോരുത്തരുടെ കുട്ടികളെ കൊണ്ടാണ് പോണത്. പിന്നെ ഇഷാന് ഓക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വിശാലമായ സ്പോർട്സ് ഗ്രൗണ്ട്. നമുക്ക് ആകെ 1.5 മണിക്കൂറിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വേറെയും ഒരുപാട് സ്കൂളുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നു. നമ്മൾ താഴെ നിന്ന് കാണുന്നേക്കാൾ ഇതുപോലെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളി. ഞാൻ ചെറുതിൽ ഒന്നിലും പങ്കെടുക്കായിരുന്നില്ല. ഭയങ്കര ഷൈ ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. എന്നാൽ ഇഷാനിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അവന് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ സെപ്പറേറ്റ് സ്കൂളിൻ്റെ പ്രോഗ്രാംസൊക്കെ അവർ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇവിടെ ഇരിക്കുന്നത് കാണാനുണ്ട്. ഞങ്ങളുടെ സമയമായപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ടീച്ചേഴ്സ് എല്ലാവരും ലൈനപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കല്ലൂസ് ചേട്ടനെ വലിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് പോവാണ് അവളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിലേ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ മെയിൻ. നമുക്ക് സമ്മാനം കിട്ടുമില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. എന്തായാലും ഇവരുടെ ടീമിന് സെക്കൻഡ് പ്രൈസ് അടിച്ചു. മെഡലൊക്കെ കിട്ടി. ഇല്ലെങ്കിലും ഇവർക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ ചെയ്തതിനുള്ള മെഡൽ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കുട്ടികൾക്കും വിഷമം ഉണ്ടാവില്ലല്ലോ. ഈ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള മെഡലാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഇവരുടെ സ്കൂളിന് ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ട്രോഫിയൊക്കെ പിടിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു.